അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സലാം ആരോടെല്ലാം പറയാൻ പറ്റും, പറ്റില്ല, എങ്ങനെയൊക്കെ പറയണം എന്ന കാര്യത്തിൽ കുറേ ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള മറുപടി ഒരു ചെറിയ ക്ലിപ്പിലൂടെ പറയുകയാണ്. കഴിയുന്നതുവരെ ക്ഷമയോടെ നിങ്ങൾ കേട്ട് അറിവുകൾ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് പകർത്തണമെന്ന് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വിനീതനായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യണം. ലൈക്ക്, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ ബറക്കക്ക് വേണ്ടി ഒരു മാഷാ അല്ലാഹ് എങ്കിലും ഒരു അൽഹംദുലില്ലാഹ് എങ്കിലും നിങ്ങളത് ടൈപ്പ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ലിങ്കായിട്ടും മറ്റു രീതിയിലൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് വിനയത്തോടെ അറിയിക്കുന്നു. അഹ്കാമുസ്സലാം, സലാമിൻ്റെ വിധികൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂൻ. സത്യവിശ്വാസികളാകുന്നതുവരെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ഈമാൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല അത്യന്താപേക്ഷിതമായ ക്വാളിറ്റിയാണ്. വലാ തുഅ്മിനൂ ഹത്താ തഹാബു. പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളാരും മുഅ്മിനാവുകയില്ല. നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കാതെ, വെറുപ്പ് വെക്കാതെ പരസ്പര സ്നേഹത്തോടു കൂടി കഴിയണമെന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. അവല അദുല്ലുക്കും അലാ ഷൈഇൻ, ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു തഹാബബതും, അക്കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പോരല്ലോ, അതെങ്ങനെയാണെന്നും കൂടി അതിൻ്റെ മാർഗം എന്താണെന്ന് കൂടി തങ്ങൾ പറഞ്ഞു തരണമല്ലോ. ലക്ഷ്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അഫ്ഷുസ്സലാമ ബൈനക്കും, അതെ, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. സലാം പരത്തുക എന്ന് പറഞ്ഞാൽ സലാം പറയുന്നത് നമ്മളൊരു ദിനചര്യയായി, ഒരു ലൈഫ് സ്റ്റൈലായി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നാണ്. മുസ്ലിം റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസാണിത്. അസ്സലാമു അലാ മുസ്ലിമിൻ ഇൻദൽ ഇഖ്ബാൽ വൽ ഇൻസിറാഫ്. പരസ്പരം കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും ഒരു മുസ്ലിമിനോട് സലാം പറയുക എന്നുള്ളത് സുന്നത്തുൻ, അത് സുന്നത്താണ്, ഐച്ഛികമായ ഒരു ചര്യയാണ്. ഐനലിൽ വാഹിദി, അത് ഫർള് ഐന്, സുന്നത്ത് ഐന്, ഇങ്ങനെ രണ്ട് രീതിയിലുണ്ടല്ലോ. അപ്പം അതിനായ വ്യക്തിപരമായ ഒരു സുന്നത്താണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കിഫായത്തുൽ ജമാഅത്തി, ഒരു സമൂഹത്തോടാണ് സലാം പറയുന്നതെങ്കിൽ അത് ആ സമൂഹത്തോട് സലാം പറയാന്നുള്ളത് എന്താണ്, അത് സുന്നത്ത് കിഫായയാണ്. സുന്നത്ത് കിഫായയാണ്. അപ്പം ഒരു വ്യക്തിക്കാണെങ്കിൽ അത് വ്യക്തിപരമായ സുന്നത്താണ്, മറ്റത് സാമൂഹ്യപരമായ ബാധ്യതയാണ്. ബാധ്യത എന്ന് പറഞ്ഞാൽ കിഫായ, ഒരു സമൂഹത്തിനോട് ബന്ധപ്പെട്ടതാണെന്നർത്ഥം. വറദ്ദുഹു വാജിബുൻ, എന്നാൽ സലാം സലാം ചൊല്ലുന്നത് പോലെയല്ല, സലാം പറയാന്നുള്ളത് വാജിബുൻ, നിർബന്ധമാണ്. സലാം ചൊല്ലുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, മടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് പെട്ടെന്ന് മടക്കുകയും വേണം. സൗകര്യപ്പെട്ടിട്ട് പെട്ടെന്ന് മടക്കിയിട്ടില്ലെങ്കിൽ മടക്കാത്തതിൻ്റെ പേരിൽ കുറ്റക്കാരനാവും. വാജിബായ കാര്യം ഒഴിവാക്കിയാൽ പിന്നെ കുറ്റം കിട്ടുമല്ലോ. വറദ്ദുഹു വാജിബുൻ ഐനൻ അലൽ വാഹിദി, ഒരാളുടെ മേലിലാകുമ്പം അത് ഫർള് ഐനാണ്, വ്യക്തിബാധ്യതയാണ്, അയാൾ നിർബന്ധമായി മടക്കണം. അപ്പോൾ കിഫായത്തൻ അലൽ ജമാഅത്തി, ഒരു സംഘത്തിൻ്റെ മേൽ പറഞ്ഞതാണെങ്കിൽ അത് ഫർള് കിഫായ ആയിട്ട് വരും. ആരും മടക്കിയില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. കുറച്ചാൾക്കാരെ മടക്കിയാലും മറ്റുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. വൽ അഫ്ളലു ഫിൽ ഇബ്തിദാഇ, സലാം പറഞ്ഞു തുടങ്ങുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം എന്താണ്, അതുപോലെ വറദ്ദി, മടക്കുന്നതിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് പറയലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് പറയണം. വയജിബു ഫിർറദ്ദി, മടക്കുന്നതിൽ വാജിബാണ് അലൽ അസമി, ചെവി കേൾക്കാത്ത ഒരാൾക്കാണ് നമ്മൾ സലാം മടക്കുന്നതെങ്കിൽ, ചെവി കേൾക്കാത്ത ഒരാൾ നമ്മളോട് എന്ത് പറഞ്ഞു, സലാം പറഞ്ഞു. അപ്പോൾ സലാം പറഞ്ഞപ്പോൾ അയാൾക്ക് നമ്മൾ സലാം മടക്കുകയാണ്. അപ്പം നമ്മൾ യജ്മാ ബൈനൽ ലഫ്ള് വൽ ഇഷാറ, നമ്മൾ സലാം മടക്കുന്ന വാചകം പറയുന്നതോടൊപ്പം നമ്മൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും വേണം, ഇഷാറത്താക്കണം. കാരണം അയാൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന ലഫ്ള് കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ. വലൗ സല്ലമൽ മുത്തലാഖിയാനി, രണ്ട് പേര് പരസ്പരം കണ്ടുമുട്ടുകയാണ്, അവർ ഒരുമിച്ച് സലാം ചൊല്ലി, അങ്ങനെ ഉണ്ടാകുമല്ലോ ചിലപ്പം. ആരാദ്യം സലാം ചൊല്ലും, സലാം കൊണ്ട് ഏറ്റവും ഒരാൾ പിണങ്ങി വെക്കുകയാണെങ്കിലും സലാം കൊണ്ട് മുണ്ടുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം സലാം പറഞ്ഞു തുടങ്ങുക എന്നുള്ളത് ഒരു വിനയത്തിൻ്റെയും ഒരു അഹങ്കാരമില്ലായ്മൻ്റെയൊക്കെ മനസ്സിൻ്റെ വിശാലതയൊക്കെ അവിടെ ഉണ്ട്. അപ്പം രണ്ടുപേർ കണ്ടുമുട്ടിയപ്പോൾ അവർ നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. അവർ ഞാൻ ആദ്യം സലാം പറയാമെന്നുള്ള നിലക്ക് അവർ വിനയത്തിൻ്റെ പേരിൽ അവർ സലാം പറഞ്ഞു. എങ്കിൽ ആരാണ് മടക്കേണ്ടത് എന്നുള്ളതാണ്. വജബ കുല്ലൻ അറദ്ദു, അവിടെ രണ്ട് കൂട്ടർക്കും മടക്കൽ നിർബന്ധമാണ്. കാരണം രണ്ട് കൂട്ടരും സലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം മടക്കണം. ചുരുക്കാനുണ്ടോ, നിർത്തിയാണ്, കഴിയാനായിട്ടുണ്ട്. അപ്പോൾ യുസന്നു ഇർസാലു സലാമിലെ ഗൈബിൻ,
സ്ഥലത്തില്ലാത്ത ഒരാൾക്ക് സലാം പറഞ്ഞയക്കൽ സുന്നത്തുണ്ട്. ബി റസൂലിൻ, അതൊരു ദൂതൻ വഴി പറഞ്ഞേക്കാം, ഔ ബി കിതാബിൻ്റെ അല്ലെങ്കിൽ എഴുത്ത് മുഖേന. ഇന്നത്തെ കാലത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫയൽസമുഹുറദ്ദു ഫൗറൻ, അങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മടക്കൽ നിർബന്ധമാണ്. ബിൽ ലഫ്ലി, വാചകം കൊണ്ട് തന്നെ മടക്കണം. ഫിൽ അബലി, ആയത്തിൽ. അഥവാ ദൂതൻ വഴിയാണ് പറഞ്ഞെങ്കിൽ ആ പെട്ടെന്ന് തന്നെ ആ ദൂതൻ സലാം പറഞ്ഞയക്കാൻ എന്ത് ചെയ്യാം, വാചകം കൊണ്ട് തന്നെ അത് കേട്ട ആൾ സലാം, ആർക്കാണോ പറഞ്ഞയച്ചത് അയാൾ സലാം മടക്കൽ പെട്ടെന്ന് മടക്കൽ നിർബന്ധമാണ്. വബിഹി ഔ ബിൽ കിതാബത്തി, പിന്നെ ഒന്നിരിക്കൽ വാചകം കൊണ്ട് മടക്കണം അല്ലെങ്കിൽ എഴുത്തുകൊണ്ട് മടക്കണം. ഫിസാനി, രണ്ടാമത്തതിൽ. ഇപ്പം മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ എഴുത്തായിട്ടോ ആണ് നമ്മൾ സലാം പറഞ്ഞയച്ചതെങ്കിൽ അതിന് സലാം മടക്കേണ്ടത് ഒന്നിരിക്കൽ എന്ത് ചെയ്യുക, എഴുത്തായിട്ട് തന്നെ മടക്കാം അല്ലെങ്കിൽ വാചകം കൊണ്ട് മടക്കാം. രണ്ടുകൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. വൈന്ദബുറദ്ദു ഐലൻ അലൽ മുബല്ലിഗി, സലാം ഒരാളെ നമ്മൾ പറഞ്ഞയച്ചാൽ ആ ആൾ മുബല്ലിഗൻ, അയാളുടെ മേൽ സലാം അടക്കലും സുന്നത്താണ്. ഫയഖൂലു, അപ്പോൾ എന്താ പറയുക, ആ ആളെന്താ പറയേണ്ടത്, അലൈക വഅലൈഹിസ്സലാം എന്നാണ് പറയേണ്ടത്. തൻ്റെ മേലിലും ആരാണോ സലാം പറഞ്ഞയച്ചത് അയാളുടെ മേലിലും അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നുള്ള അർത്ഥത്തിൽ അലൈക വഅലൈഹിസ്സലാം, ആവശ്യമുള്ളവരെ എതിർത്തോളൂ കേട്ടോ, അലൈക വഅലൈഹിസ്സലാം എന്നാണ് സലാം അടക്കേണ്ടത്. വയഖൂലു മൻ ദഖല മഹല്ലൻ ഖാലിയൻ, ഇനി ഒഴിഞ്ഞൊരു സ്ഥലത്ത്, ഒരു ഒഴിഞ്ഞ വീട്ടിലോ അല്ലെങ്കിൽ ഒരു മരുഭൂമിയിലോ കാട്ടിലൊക്കെ ഒരാൾ പ്രവേശിച്ചപ്പം അവിടെ പ്രവേശിച്ച ആൾ എങ്ങനെ സലാം പറയേണ്ടത്, സുന്നത്തായ നിലയിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് പറയേണ്ടത്. അവിടെ ജിന്നുകളും മലക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഉദ്ദേശിച്ചാണ് ആ സലാം പറയുന്നത്. അവരൊക്കെ നമുക്ക് സലാം അടക്കും ചെയ്യും. നിസ്കാരത്തിൽ സലാം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയാണോ, ബാക്കിലുള്ള മൗമിയങ്ങൾ ഉദ്ദേശിക്കുന്നതോട് കൂടി അവിടെയുള്ള മലക്കുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പം എഴുതി വെച്ചോളൂ കേട്ടോ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് വിജനമായ സ്ഥലത്തെത്തിപ്പെട്ട ആൾ സുന്നത്താ നിലയിൽ സലാം പറയേണ്ടത്. വൈസുന്നു ഇൻദ തലാഖി, കണ്ടുമുട്ടുമ്പോൾ സുന്നത്താണ് സലാമു സഗീരിൻ അലാ കബീരിൻ, ചെറിയവർ വലിയവരോട് സലാം പറയണം. വലിയവരെ ബഹുമാനിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണത്. ചെറിയവർക്ക് അവരോട് വിനയമാണെന്നുള്ളതിൽ ചെറിയവർ വലിയവരോട് അങ്ങോട്ടാണ് സലാം പറയേണ്ടത്. ഇനി ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വമാഷിൻ അല വാഖിഫിൻ, നടന്നു പോകുന്ന ആൾ നിൽക്കുന്ന ആളോട് സലാം പറയണം. വറാക്കിബിൻ അല ഗൈറു റാക്കിബിൻ, വാഹനം കയറിയ ആൾ മറ്റുള്ളവരോട്, അത് നിൽക്കുന്നവരോ നടക്കുന്നവരോ ഇരിക്കുന്നവരോ എല്ലാവരോടും വാഹനത്തിൽ കയറിയ ആളാണ് അത് തുടങ്ങേണ്ടത്. ഖലീലിൻ അല കസീരിൻ, ചെറിയ സംഘം വലിയ സംഘത്തോടാണ് സലാം പറയേണ്ടത്. വൽ വാരിദു യുസല്ലിമു അലാ മൻ വറദ അലൈഹി, ഇപ്പോൾ ഒരാൾ നടന്നു വരികയാണെങ്കിൽ ആരെടുത്തേക്കാണോ അയാൾ നടന്നു വരുന്നത് അവരോട് സലാം പറയണം. ഇപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് അധ്യാപകൻ കയറി വരികയാണെങ്കിൽ ആ വരുന്ന അധ്യാപകനാണ് സലാം പറയേണ്ടത് വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ അവിടെ സദസ്സിലിരിക്കുന്ന ആളുകളോട്. മുത്തലക്കൻ, അവിടെ മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ ആ സദസ്സിലിരിക്കുന്ന ആൾക്കാർ പിന്നെ ചെറിയ ആൾക്കാരോ വലിയ ആൾക്കാരോ ചെറിയ സംഘം വലിയ സംഘമൊന്നുമില്ല. അപ്പോൾ വരുന്ന ആളാണ് അവിടെ പറയേണ്ടത്. ആ ആൾ ഒരു സംഘമാണെങ്കിലും ഒറ്റയാണെങ്കിലും ആ വരുന്ന ആൾ പറയാമെന്നുള്ളതാണ്, മറ്റുള്ളവരോട് മടക്കുക എന്നുള്ളതാണ്. ഇനി വൈഹറമു സലാമു മുസ്തഹാത്തിൻ മുൻഫരിദത്തിൻ, ഇതൊരാൾ എൻ്റെ നാട്ടിലത്തെ ഒരാളും കൂടി ചോദിച്ചൊരു ചോദ്യമാണിത്. അന്യ സ്ത്രീകളോട് സലാം പറയാൻ പാടുണ്ടോ, അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പാടുണ്ടോ എന്നുള്ളത് മറ്റു പലരും ഈ സംശയം ചോദിച്ചിട്ടുണ്ട്. മുസ്തഹാത്തിൻ, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന സ്ത്രീ സലാം പറയൽ ഹറാമാണ്. പ്രായപൂർത്തി എത്തണം എന്നില്ല, അത് വുളൂ മുറിയുമ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന സ്ത്രീയെ തൊട്ടാലും സ്ത്രീ ഇങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാലും വുളൂ മുറിയുന്നുള്ളതാണ്. കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന മലിനത്തു ഷഹ്വ, അതാണ് വൈകാരികമായ ഒരു ഉത്ഭവം, അതിനുള്ള സാധ്യതയാണ് അവിടെ നോക്കുന്നത്. അപ്പം കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന സ്ത്രീ സലാം പറയൽ, അത് പ്രായപൂർത്തി എത്തിയിട്ടില്ല ആ സ്ത്രീക്ക് എങ്കിലും ആ സ്ത്രീ സലാം പറയൽ ഹറാമാണ്. മുൻഫരിദത്തിൻ, ആ സ്ത്രീ ഒറ്റക്കാവുമ്പോൾ. ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പം സലാം പറയൽ ഹറാമില്ലെങ്കിലും അത് നല്ല കാര്യമൊന്നുമല്ല സ്ത്രീ സലാം പറയാന്നുള്ളത് പുരുഷനോട്. വറദ്ദുഹ, സ്ത്രീ പിന്നെ സലാം മടക്കലും അല അജ്നബിയൻ, അന്യപുരുഷൻ്റെ മേൽ. അതായത് ഒരു പുരുഷനോട് ഒരു സ്ത്രീ സലാം പറയലും പുരുഷൻ ആ സ്ത്രീയോട് സലാം പറഞ്ഞാൽ അതിന് ആ സ്ത്രീ സലാം മടക്കലും ആ സ്ത്രീയെ സംബന്ധിച്ച് ഹറാമാണ്. വ്യക്തമായി മനസ്സിലാക്കണം. ആ സ്ത്രീ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന സുന്ദരിയായ ഒരു സ്ത്രീയാണെങ്കിൽ, സുന്ദരിയാണെന്നല്ല കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ത്രീ, സൗന്ദര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ആ സ്ത്രീ പ്രായപൂർത്തിയാവണമെന്നല്ല, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായത്തിയാലും മതി. ആ സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി എന്നൊക്കെ പറയാം. ആ പെൺകുട്ടി ഒറ്റക്കാകുമ്പോൾ അന്യൊരു പുരുഷനോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് സലാം പറയാന്നുള്ളത് ആ പെണ്ണിന് ഹറാമാണ്. ആ പെണ്ണിനോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ ആ പെണ്ണ് സലാം മടക്കലും തന്നെയാണ് ഹറാമാണ്. വയുക്റഹു സലാമുഹു വറദ്ദുഹു അലൈഹ, അതേസമയം പുരുഷൻ സ്ത്രീയോട് സലാം പറയലും സ്ത്രീ പുരുഷനോട് സലാം പറഞ്ഞാൽ പുരുഷൻ സലാം മടക്കലും കറാഹത്താണ്. അതെന്താ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീയെ സംബന്ധിച്ചത് ഹറാമായത് സ്ത്രീ പുരുഷനോട് ഇങ്ങോട്ട് മിണ്ടാൻ വരിക എന്നുള്ളത് അവർ തമ്മിലുള്ള അടുപ്പത്തിനും സൗഹൃദത്തിനും അതുവഴിയുള്ള ഫിത്നക്കും പ്രശ്നങ്ങൾക്കൊക്കെ അത് ഒരു വഴിമരുന്നിടലാണല്ലോ. സ്ത്രീ ഇങ്ങോട്ട് വരുമ്പം പുരുഷൻ പിന്നെ എന്തായാലും അങ്ങോട്ട് വരും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും എല്ലാത്തിനും റെഡിയായി നിൽക്കുകയാണ്.
സ്ത്രീ റെഡിയായാൽ മതിയല്ലോ. അപ്പോൾ സ്ത്രീയുടെ പക്കൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു കോൺടാക്റ്റ് ഉണ്ടാകുമ്പോൾ അവനത് കൂടുതലൊരു ഹരം പകരും. അപ്പോൾ അതുകൊണ്ട് അവളിൽ നിന്നുള്ള സലാം അടക്കലും സലാം പറയലൊക്കെ വലിയ ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അത് ഹറാമായി മാറി. എന്നാൽ പുരുഷൻ അവളോട് സലാം പറയലും അവൾ ഇങ്ങോട്ട് സലാം അന്യപുരുഷനോട് പറയൽ ഹറാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനവൻ മടക്കൽ കറാഹത്തേ ഉള്ളൂ. കറാത്താണ്, അത് ചെയ്യാൻ പാടില്ല ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറാഹത്ത് ആവർത്തിച്ചാൽ ഹറാമിൻ്റെ കുറ്റം കിട്ടുമല്ലോ. അപ്പോൾ അത് അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാക്കുക വേണ്ടി കൂലിട്ടാനാണ് അത് ചെയ്യുന്നത്. അപ്പം അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യം നമുക്ക് നല്ലതല്ലല്ലോ. വലാ യുൻദബു സലാമു അലാ ഫാസിഖിൻ, ദുർനടപ്പുകാരൻ്റെ മേൽ സലാം പറയൽ സുന്നത്തില്ല. കാരണം അത് അവനൊരു കൂട്ടു നിൽക്കുന്നവരൊക്കെ തുല്യമാവും. അവൻ പിന്മാറട്ടെ, അവനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി, ആ തിന്മയിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട്. അപ്പം മുബത്തദീൻ എന്നാൽ പുത്തൻ പ്രസ്ഥാനക്കാർ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരോട് അവരതിൽ നിന്ന് പിന്മാറുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവരോട് സലാം പറയരുത്, അത് സുന്നത്തില്ല. വഖാലി ഹാജത്തിൻ, മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകളോട് സലാം പറയൽ സുന്നത്തില്ല, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മുജാമിഈൻ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളോട് ആ സമയത്ത് വേറൊരാളൊന്നും സലാം പറയാൻ പാടില്ല, അത് അയാൾക്ക് അറിയുന്നുണ്ടെങ്കിൽ. അപ്പോൾ മുസ്തൻജീൻ, മനോഹരം ചെയ്യുന്ന ആളോട് സലാം പറയാൻ പാടില്ല, അവരൊക്കെ ഓരോ ഡ്യൂട്ടിയിലാണല്ലോ. അപ്പോൾ ഖത്തീബിൻ, ഖുത്ബ ഓതുന്ന ആളോടും അപ്പോൾ മുസ്തമിഹി, ഖുത്ബ കേൾക്കുന്ന ആളോടും സലാം പറയരുത്. വാക്കിലും ഫീ ഫമിഹി ലുഖ്മത്തുൻ, വായയിൽ ഭക്ഷണത്തിൻ്റെ അംശം ഉണ്ടായിരിക്കെ ഭക്ഷിക്കുന്ന ഒരാളോട് സലാം പറയാൻ പാടില്ല. പക്ഷെ പറഞ്ഞാൽ അവന് മടക്കൽ നിർബന്ധം ഉണ്ടെങ്കിലും. ബഷാരിബിൻ ഫീ ഫമിഹി, വെള്ളം കുടിക്കുന്ന ആൾ അവരുടെ വായിൽ എന്തുണ്ട്, ജുർഅത്തുൻ, ഒരു വെള്ളത്തിൻ്റെ ഇറുക്കുണ്ട്. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുഴപ്പമില്ല. വെള്ളം ഇങ്ങനെ വായിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് അയാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, സുന്നത്തില്ല. വമൻ ഫിൽ ഹമ്മാമി, കുളിപ്പുരയിലുള്ള ആളോടും സലാം പറയൽ സുന്നത്തില്ല. അപ്പോൾ മുസല്ലിൻ, നിസ്കരിക്കുന്നവനോടും സലാം പറയൽ സുന്നത്തില്ല. അപ്പോൾ മുഅദ്ദിനിൻ, വാങ്ക് വിളിക്കുന്നവനോടും സലാം പറയൽ സുന്നത്തില്ല. അപ്പോൾ മുഖീമിൻ, ഇഖാമത്ത് കൊടുക്കുന്നവനോടും സലാം പറയൽ സുന്നത്തില്ല എന്നാണ്. വലാ റദ്ദുൻ അലൈഹിം, അവരുടെ മേൽ മടക്കലും സുന്നത്തില്ല എന്നാണ്. ഇല്ല മുസ്തമിഇൽ ഖതീബി, ഖുത്ബ കേൾക്കുന്ന ആൾക്ക് മടക്കൽ മടക്കേണ്ടതുണ്ട്. ഫയജിബു അലൈഹി, അവന് മടക്കൽ നിർബന്ധമാണ്. അപ്പോൾ പ്രധാനമായി ഇത്തരം കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഈ അറിവ് നല്ലൊരു അറിവാണ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ഇത് നല്ല അറിവ് തന്നെയാണ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കാണ്. കുറേ വ്ളോഗ് മറ്റതൊന്നല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതിനൊക്കെ നമ്മൾ ലൈക്ക് അടിച്ചാൽ, വേണ്ടാത്ത കാര്യങ്ങൾക്ക് ലൈക്കും കമൻറ്റ് അടിച്ചാൽ അതിൻ്റെ കുറ്റത്തിൻ്റെ ഭാഗം നമുക്ക് കിട്ടും. നല്ല കാര്യങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂലിൻ്റെ ഭാഗങ്ങൾക്ക് കിട്ടും. തീർച്ചയാണ്, നല്ല നിയ്യത്ത് വേണമെന്നുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ നിങ്ങൾക്കതിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.